الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه الفائزين وعلى من تبعهم بإحسان إلى يوم الدين وبعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പുതിയ ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായം സൂറത്തു ഹാമീം സജദ ആണ് എടുക്കാനുള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ പേര് ഹാമീം സജദ. ഫുസ്സിലത്ത് എന്ന് പേരുണ്ട് സൂറത്ത്. ഫുസ്സിലത്ത് എന്ന് പേര് വരാൻ കാരണം ഈ സൂറത്തിന്റെ 3-ാമത്തെ ആയത്ത് ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തിയ സമയത്ത് കിതാബുൻ ഫുസ്സിലത്ത് ആയാത്തുഹു, ആയത്തുകൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്, അങ്ങനെയുള്ള ഗ്രന്ഥം എന്നുള്ള പരാമർശം ഉള്ളത് കൊണ്ടാണ് ഫുസ്സിലത്ത് എന്ന് പേര് വന്നത്. മറ്റൊരു പേര് ഹാമീം സജദയാണ്. ഹാമീം സജദ എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് അറിയുന്ന സംഗതിയാണ്, ഖുറാനിൽ ചില സൂറത്തുകൾ, ഏകദേശം 29ഓളം സൂറത്തുകളുടെ തുടക്കത്തിൽ എന്നിട്ട് ഹുറൂഫുൽ മുഖത്ത ആയ കേവല ചില അക്ഷരങ്ങൾ കൊണ്ട് അർത്ഥം നമ്മൾ പരിഭാഷയൊക്കെ നോക്കിയാൽ ഇപ്പോൾ സൂറത്തുൽ ബഖറ തുടക്കത്തിൽ അലിഫ് ലാം മീം എന്നാണല്ലേ, അതിന്റെ അർത്ഥം അവിടെ ഉണ്ടാവില്ല, അലിഫ് ലാം മീം എന്നേ ഉണ്ടാവും. അതേപോലെ ചില സൂറത്തിന്റെ തുടക്കത്തിൽ ഖാഫ്, നൂൻ, ഖാഫ് ഹാ യാ ഐൻ സ്വാദ്, അങ്ങനെ ഉള്ള രൂപത്തിൽ രണ്ടക്ഷരമുള്ളതുണ്ട്, ഒറ്റക്ഷരമുള്ളതുണ്ട്, രണ്ടുള്ളതുണ്ട്, മൂന്നുള്ളതുണ്ട്, നാലുള്ളത് അലിഫ് ലാം മീം റാ 4 അക്ഷരം, ഖാഫ് ഹാ യാ ഐൻ സ്വാദ് 5 അക്ഷരം, അങ്ങനെ 5 അക്ഷരങ്ങൾ വരെ ഉള്ളത് എന്തുണ്ട് പല സൂറത്തുകളായി വന്നിട്ടുണ്ട്. ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്, ചിലത് അലിഫ് ലാം മീം കുറെ സ്ഥലത്തുണ്ട്. ഹാമീം, ഹാമീം ഈ ഇപ്പൊ നമ്മള് 41-ാമത്തെ സൂറത്ത് എടുക്കുന്നത് അല്ലെ, 40 മുതൽ 46 വരെ ആ 7 സ്ഥലത്താണ് ഹാമീം വന്നിട്ടുള്ളത്. കണ്ടിന്യൂ 7 സൂറത്ത്. സൂറത്തുൽ ഗാഫിർ 40, 41 ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഹാമീം സജദ, 42 ഷൂറ, 43 സുഹ്റുഫ്, 44 ദുഖാൻ, 45 ജാസിയ, 46 അഹ്ഖാഫ്. ഈ 7 സൂറത്തിലാണിത് ഹാമീം എന്ന് വന്നിട്ടുള്ളത്. ഈ 7 സൂറത്തില് നമ്മള് ഖുർആനിലെ തിലാവത്തിന്റെ സുജൂദ് കാണുമല്ലോ, അത് ഈ ഒറ്റ സൂറത്തിലുള്ളൂ. ഏത് 41-ാമത്തെ സൂറത്തിൽ മാത്രമേ എന്തുള്ളൂ സുജൂദുള്ളൂ. അപ്പൊ സജദയുള്ള ഹാമീം, സജദയുള്ള ഹാമീം എന്ന അർത്ഥത്തിലാണ് ഇത് ഹാമീം സജദ എന്നതിന് പേരുണ്ട്. അതുപോലെ ഇത് മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്ത് പറഞ്ഞാൽ എന്താ? മക്കി മദനി 2 തരം സൂറത്തുകൾ അറിയില്ലേ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കുറെ കാര്യം ക്ലാസ് ഇരിക്കല്ലോ. എന്നാലൊന്ന് പറയും. മക്കത്ത് അവതരിച്ചത് അതാണ് പോയത്. മക്കത്ത് അവതരിച്ചതല്ല, ഹിജ്റക്ക് മുമ്പ് അവതരിച്ചത് മക്കിയായ സൂറത്തും ഹിജ്റ. ഇപ്പൊ ഉദാഹരണത്തിന് അല്യവുമ അക്മൽതു ലക്കും ദീനക്കും എവിടെ അവതരിച്ചത്? മക്കത്താണ്. അത് ഇതിനാണ് മദനിയിലെ വിടുക. കാരണം എന്താ? ഹിജ്റക്ക് ശേഷമാണ് അവതരിച്ചത്. മക്കിയായ സൂറത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിന്റെ ഒരു വളർച്ചയും ഇസ്ലാമിന്റെ ഒരു പൊളിറ്റിക്സും ഒക്കെ ആയതുണ്ട്. അതിന്റെ അവതരണങ്ങൾക്കും അതിലെ സൂക്തങ്ങൾക്കും ബന്ധമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, വിശദമായി പറഞ്ഞു. മക്കിയായ സൂറത്തുകൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് എന്നുള്ളത് രാഷ്ട്രീയമല്ല. രാഷ്ട്രീയ ഇസ്ലാമിനുണ്ട്. ഇസ്ലാം രാഷ്ട്രീയല്ലേ? ഇസ്ലാമിൽ രാഷ്ട്രീയം ഉണ്ട്, സാമൂഹികമായ അവസ്ഥകളുണ്ട്, സ്ഥാപനം ഇപ്പൊ നമ്മളൊക്കെ നാട്ടിലെ സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇസ്ലാമിക സമൂഹം സ്ഥാപിക്കപ്പെടുന്നതിനാണ് തൗഹീദിനാണ്. തൗഹീദ്, ആഖിറത്ത് പോലെയുള്ള സംഗതികളിലാണ് എന്ത് ചെയ്യുക ഇസ്ലാമിക സമൂഹം സ്ഥാപിക്കുന്നത്.
ഇസ്ലാമിന്റെ ഒരു വിശ്വാസപരമായ സ്ഥാപനത്തിന് ശേഷമാണ് എന്ത് ചെയ്തത് പിന്നെ സാമൂഹികവും രാഷ്ട്രീയവുമായ മേഖലയിലേക്ക് ഇസ്ലാം പോകുക. ആദ്യത്തെ 13 കൊല്ലം എവിടെയുള്ളത്? മക്കത്താണ്. ഇസ്ലാമിനൊരു സ്വതന്ത്രമായ പ്രവർത്തന രൂപരേഖയൊന്നുമില്ല. തൗഹീദിൽ വിശ്വസിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന ഒരു വട്ടം ആൾക്കാരുടെ ഒരു കൂട്ടായ്മ. ആദ്യത്തെ 13 കൊല്ലം അവിടെ എന്തില്ല? യുദ്ധമില്ല, സക്കാത്തില്ല, പള്ളിയുണ്ടോ? പള്ളിയില്ല. എപ്പോ ഇതൊക്കെ വരുന്നപ്പോഴാണ്? തൗഹീദിൽ സ്ഥാപിതമായി തൗഹീദ് അംഗീകരിച്ച് എല്ലാം ത്യജിക്കാൻ തയ്യാറായ ഒരു സമൂഹം, അവരെ ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു സമൂഹം ഒരു നാട്ടിൽ തയ്യാറായപ്പോഴാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ മക്കിയായ സുഹൃത്തുക്കളുടെ ഒരു പ്രത്യേകത എന്നുള്ളത് എപ്പോഴും കൂടുതൽ തൗഹീദ്, ഖുർആന്റെ അമാനുഷികത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിന്റെ സത്യസന്ധത ഒക്കെ വ്യക്തമാക്കുന്നതായിരിക്കും. മറ്റേ മദനിയായ സുഹൃത്തുക്കളിൽ പൊതുവെ എന്താണ്? നിസ്കാരം, സക്കാത്ത്, ജിഹാദ്, അങ്ങനെയുള്ള കുറെ സംഗതികളുണ്ട്. ഏതായിരുന്നാലും ഇത് മക്കിയായ സൂറത്താണ്. ഇതിന്റെ തുടക്കഭാഗം ഓതുമ്പോൾ തന്നെ നമുക്ക് സംഭവം മനസ്സിലാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. നേരത്തെ പറഞ്ഞ സംഗതി ഒന്നാമത്തെ. എന്നിട്ട് ഹാമീം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അർത്ഥം നമുക്കറിയാം അല്ലെ? അർത്ഥമില്ലേ? ചില ആൾക്കാരൊക്കെ പറയും അതിന് അർത്ഥമില്ല അറിയാം. ചില അങ്ങനെ ഒരു വാദമുണ്ട്. ഖുർആനിലെ അർത്ഥമില്ലാത്ത കേവലം ആരാധനാപരമായ വാക്യങ്ങളാണത് എന്നുള്ള വാദം ഇതല്ല, ശരിയല്ല. ഖുർആനിൽ അബുദിയായിട്ട് മാത്രം ഇത് ചെയ്തിട്ടില്ല, അള്ളാഹ് ഇറക്കിയിട്ടില്ല. മറിച്ച് അതിന് ആയത്തിന് അർത്ഥമുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അള്ളാഹു മറച്ചു വെച്ച സംഗതികൾ അത് എന്തായിക്കോട്ടെ, വ്യാഖ്യാനിച്ചിട്ടില്ല. വ്യാഖ്യാനിച്ചിട്ട് പിന്നെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. വ്യാഖ്യാനിക്കാത്തതുകൊണ്ട് നമുക്കില്ല. അള്ളാഹു മറച്ചു വെച്ച ചില സംഗതികളുണ്ട്. അള്ളാഹു അവര് ബൈബില് മറച്ചു വെച്ച പല സംഗതികളും ദുനിയാവിലുണ്ട്. ഒന്നിനുണ്ടല്ലോ നമുക്ക് ഗവേഷണം നടത്തി കണ്ടെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ മുത്തവാത്തിറായി വന്ന അദില്ലത്തുകളിലൂടെ, പിന്നെ ശരിയ നിയമങ്ങളിലൂടെ, പ്രമാണങ്ങളിലൂടെ സ്ഥാപിക്കപ്പെടാത്ത പല സംഗതികളുണ്ട്. അത്തരം വിഷയങ്ങളിൽ പ്രമാണങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കുക. ഖുർആൻ ഹാമീം എന്ന് പറഞ്ഞാൽ ഹാമീം, ഖുർആൻ യാസീൻ എന്ന് പറഞ്ഞാൽ യാസീൻ. എന്ത് ചെയ്യാം? അത്തരം സ്ഥലങ്ങളിൽ നമ്മുടേതായ വ്യാഖ്യാനങ്ങളോ, ഇനി അതല്ല നമുക്ക് വ്യാഖ്യാനിക്കാമെന്ന് അറിയില്ല, എന്നാൽ പിന്നെ നിഷേധിക്കാം എന്ന് നിലയ്ക്ക് നിഷേധിക്കുകയോ ചെയ്യാതെ, നമ്മുടെ നിലയ്ക്ക് വ്യാഖ്യാനിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ ഖുർആനും സുന്നത്തൊക്കെ പറഞ്ഞെടുത്ത് നിൽക്കുക എന്നുള്ളത്. പക്ഷെ ഇത്തരം ആയത്തുകളുടെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു. 28 29ഓളം സൂറത്തുകളുടെ തുടക്കത്തിലാണെന്ത് ഇത്തരം കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നത്. ഇതിന് ശേഷം വരുന്ന സംഗതികൾ കൂടുതലും, അല്ലെങ്കിൽ 100% തന്നെ ഏകദേശം പറയാം, ഖുർആന്റെ മഹത്വവും ഖുർആന്റെ സത്യസന്ധതയും ഖുർആന്റെ പ്രത്യേകതകളൊക്കെ വിവരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഭാഷാപരമായി ഇതിനെ വ്യാഖ്യാനിച്ച ചില പിന്നെ മുഫസ്സിറുകളും പണ്ഡിതന്മാരൊക്കെ എന്തിട്ടുണ്ട്, ഇതിനൊരു ഖുർആനിന്റെ ഒരു അമാനുഷികത കൂടിയാണ് ഇത്തരം ആയത്തുകൾ. ഹാമീം, അലിഫ്ലാമീം പോലെയുള്ള ആയത്തുകൾ പിന്നെ ഖുർആന്റെ ഒരു അമാനുഷികത കൂടിയാണ്. കാരണം എന്താ? ഒന്ന് ഖുർആന്റെ വെല്ലുവിളി, ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ കഴിയോ എന്നുള്ള വെല്ലുവിളി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അറബി ഭാഷയ്ക്ക് ചില പ്രത്യേകതകൾ. അറബി ഭാഷയിൽ എത്ര അക്ഷരം? 28 അക്ഷരം അല്ലെ? 28 അക്ഷരങ്ങളാണ്. 28 ഔദ്യോഗികമായിട്ട് എന്താണ്? 28 അക്ഷരങ്ങളാണ്. അതിലെ 14 അക്ഷരങ്ങളാണ്, അതൊരു പ്രത്യേകതയാണ്. 14 അക്ഷരങ്ങളാണ് അലിഫ്, ലാം, മീം, ഹാ അങ്ങനെ എണ്ണിയാൽ കിട്ടുക. അപ്പൊ അതിന്റെ പകുതി. അതേപോലെ തന്നെ അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേകത. അറബി ഭാഷയുടെ അടിസ്ഥാനപരമായി അറബി ഭാഷയിലെ വാക്കുകളുടെ മാക്സിമം അക്ഷരം എത്രയാണ്? 5 അക്ഷരമാണ്. അതിൽ കൂടുതൽ അക്ഷരമുള്ള വാക്കുകൾ വന്നാൽ അതെന്താണ്? ഈ അലിഫ് പോലെയുള്ള ചില അധിക വരുന്ന, അത് ഗ്രാമറുമായി ബന്ധപ്പെട്ട മേഖലയാണ്, പിന്നെ അധികരിച്ച് വരുന്നതാണ്. അപ്പൊ ഇതിലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 5 രൂപത്തിലാണ് വന്നത്. ഒരക്ഷരം ഉള്ളതുണ്ട്, 2 അക്ഷരം ഉള്ളതുണ്ട്, 3 അക്ഷരമുണ്ട്, 4 അക്ഷരമുണ്ട്, പിന്നെ 5 അവിടെ കഴിഞ്ഞു. അപ്പൊ ഭാഷാപരമായ ചില പ്രത്യേകതകൾ അതിനുണ്ട്, ഖുർആനിൻ്റെതായ ചില അമാനുഷികതകൾ അതിനുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുടെ അതിന് വിശാലമായിട്ട് പോണില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമുക്ക് അർത്ഥമുണ്ടോ? അർത്ഥമുണ്ട്, നമുക്കറിയില്ല. അതോടൊപ്പം ഓതിയാൽ എന്ത് ചെയ്യും? കൂലി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അലിഫ് ലാം മീം എന്നുള്ളത് ഒരക്ഷരമാണ് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ അലിഫുൻ ഹർഫുൻ, ലാമുൻ ഹർഫുൻ, മീമുൻ ഹർഫുൻ, ഒരക്ഷരം ഓതിയാൽ 10 കൂലി. അപ്പൊ റസൂലുള്ളാഹിന്റെ കൂലി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു സംഗതി. ഏതായിരുന്നാലും ഈ സൂറത്തിന്റെ ഒരു തുടക്കത്തില് ഖുർആന്റെ കുറെ അമാനുഷികതകളാണ് ഇതിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മുഫസ്സിറുകൾ ഉദ്ധരിക്കാറുണ്ട്. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയില് തൗഹീദ് പ്രബോധനമായി വന്നു. സ്വാഭാവികമായിട്ടും മക്കയില് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, ചെറുതല്ല വലുതുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർപ്പുണ്ടായി. സ്വാഭാവികമായും ഖുറൈശികൾ നിരന്തരമായി അവരുടെ ചർച്ചയായിരുന്നു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ ഒതുക്കാം, എങ്ങനെ ഈ സന്ദേശത്തെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളത് അവർ നിരന്തരമായി ചർച്ച ചെയ്തിരുന്ന ഒരു സംഗതിയാണ്. ഏതുവരെ? മക്ക ഫത്ഹ് വരെ അവർ ചർച്ച തന്നെയായിരുന്നു. മക്ക ഫത്തോട് കൂടി അവർക്ക് മനസ്സിലായത് ഇത് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായപ്പോൾ നിർത്തിയാണ്. ഏതായിരുന്നാലും അതുവരെ അവരുടെ നിരന്തരമായ ആലോചനകളും ചിന്തകളും പരിശ്രമങ്ങളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായിട്ടും ചിന്തിച്ചിരുന്നു. പക്ഷെ അവർക്ക് പ്രധാനമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായി ഒതുക്കുക എന്നുള്ളതല്ല, മറിച്ച് ആശയത്തെ ഒതുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവര് ആലോചിച്ച് ഒരു തീരുമാനം എടുത്തു. ഉത്ബത്ത് ബിൻ റബീഅ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ ഖുർആനൊക്കെ ഇറങ്ങുമ്പോൾ ഖുർആൻ അവര് എപ്പോഴും നമ്മൾ പലപ്പോഴും കേട്ടാണ്. സൂറത്ത് നജ്മൊക്കെ അവര് വിമർശിക്കാൻ വേണ്ടിയൊക്കെയാണ് കേൾക്കുന്നത്. ഇതെന്താന്ന് കേട്ടിട്ട് എന്ത് ചെയ്യണം? ഒതുക്കണം. നമ്മള് ചില പ്രസംഗം ക്ലിപ്പൊക്കെ കേൾക്കൂലേ? എന്തിനാ? ഇനി മറുപടി പറയണമെന്നില്ല നിലക്ക്. അങ്ങനെയാണ് ഇവര് കേൾക്കുന്നത്. കേട്ടപ്പോ വസ്തുദു ലില്ലാഹി വഅബ്ദു എന്ന് പറഞ്ഞപ്പോ എന്തായി? അവരൊക്കെ അതിൽ മുഴുകിയിട്ട് എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു പോയിന്നാണ്. അപ്പോ അത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഖുർആനിന്റെ ഒരു വശ്യത, അവരുടെ ഭാഷയിൽ പറഞ്ഞ സഹറത്ത്, ഒരു മായാജാലം ഉണ്ടല്ലോ. ആ മായാജാലത്തെ ഒതുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കൂട്ടത്തില് നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്ന, കവിത കൈകാര്യം ചെയ്യുന്ന, സിഹറൊക്കെ അറിയുന്ന ഒരാളെന്ത് ചെയ്യണം? മുഹമ്മദുമായിട്ട് എന്ത് ചെയ്യണം? സംസാരിക്കണം. എന്നിട്ട് അവര് തീരുമാനിക്കുകയാണ്. ഉത്ബത്ത് ബിൻ റബീഅ ഇതിലേക്കാൾ ഉഷാറാണ്. എന്ത് ചെയ്യണം? ഉത്ബത്ത് ബിൻ റബീഅയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അയക്കണം. ഉത്ബത്തിന് റബീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചർച്ച നടത്തണം, സംസാരിക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറയാൻ ഒളിച്ച് കൈ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ എന്ത് ചെയ്യാണ്? അവര് ഉത്ബത്ത് ബിൻ റബീഅയെ അയക്കാണ്. ഉത്ബത്ത് ബിൻ റബീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് വന്നിട്ട് പിന്നെ പല കാര്യങ്ങളും നീയാണ് ഉത്തമൻ, നിന്റെ വാപ്പയാണ് ഉത്തമൻ, അല്ല വല്യാപ്പയാണ് ഉത്തമൻ. കാരണം അവരൊക്കെ ഉത്തമരാണെങ്കിൽ നമുക്ക് സ്വാഭാവികം നമ്മളൊക്കെ പ്രതിരോധത്തിലാണ് സംഗതിയാണ് അല്ലെ. ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിലേക്ക് തൗഹീദി സംഘത്തിലേക്ക് പുതുതായി വന്ന ആൾക്കാർ പൊതുവെ നാട്ടില് ഒരു അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ത്? നമ്മൾ പറയും, ഒരു എക്സാമ്പിള് മാലമൗലൂദുകളിൽ പിന്നെ ശിർക്കം വരികളുണ്ട്, അത് ചെയ്യാൻ പാടില്ല, ചെയ്താൽ ശിർക്കാകും എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എൻ്റെ ഉപ്പാപ്പയോ? എൻ്റെ ഉപ്പാപ്പ നരകത്തില. അപ്പൊ എന്ത് ചെയ്യാം? ഉപ്പാപ്പ നരകത്തിൽ അവന്റെ പണ്ട് പറഞ്ഞില്ലേ, പിന്നെ മുണ്ടിയാല് പാപ്പ ഉമ്മാനെ കൊല്ലും, മുണ്ടിയിട്ടെങ്കിലോ പാപ്പ പൂച്ചന്റെ ഇറച്ചി കഴിക്കേണ്ടി വരും. ആ കോളത്തേക്കാണിത്. ഇത് മുണ്ടിയാ കണ്ട അമ്മ വല്യപ്പാന നാട്ടിൽ മൊത്തം നെഗറ്റീവ് ഇമേജ് ആയി. ചെങ്ങായി ഓനിപ്പം വലിയ ഗൾഫിൽ പോയിട്ട് അത് പഠിച്ചിട്ട് ഒരു ഉപ്പാപ്പാനെ കാപ്പറാക്കാണ്. മുണ്ടിയിട്ടെങ്കിലോ അത് ശരിയാണെന്ന് സംഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രതിസന്ധി പലപ്പോഴും വരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതേ ചോദ്യം ചോദിക്കാണിത്. നീ ഒരു പുതിയ സന്ദേശമായി എന്നല്ലേ, അപ്പൊ നീയാണോ ഉത്തമൻ, അതല്ല നിന്റെ വാപ്പയാണോ ഉത്തമൻ എന്ന് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പിന്നെ മുണ്ടാതിക്കണ്ട് ഉത്തുബേനെ പറയണം, നീയാണ് ഉത്തമനെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നീ കുറ്റപ്പെടുത്തുന്ന ഈ വിഗ്രഹങ്ങളെ അവരും എന്ത് ചെയ്തിട്ടുണ്ട്? നീ പറയുന്ന നിലക്കുള്ള ആരാധനകൾ അവരും നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ ഉത്തമൻ നീയാണെങ്കിൽ എന്ത് ചെയ്യട്ടെ? നീ ഒന്ന് പറയും, ഞാനൊന്ന് കേൾക്കട്ടെ എന്നെന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അങ്ങനെ ഉത്തുബ കുറെ വേദം പറഞ്ഞല്ലോ, കഴിഞ്ഞു ചോദിച്ചു. ആ കഴിഞ്ഞു, നീ പറ.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളതിൽ കുറെ വയതൊന്നും പറയാനില്ല, പിന്നെ എന്ത് ചെയ്തു, ഈ സൂറത്ത് ഇങ്ങനെ ഓതാണ്, ഹമീം തൻസീലും മിർ റഹ്മാനിർ റഹീം കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഇങ്ങനെ ഓതാണ്. ഈ സൂറത്തിന്റെ തുടക്കഭാഗം ഇങ്ങനെ ഓതാണ്. ചില റിപ്പോർട്ടുകളും 1 മുതൽ 7 വരെ റസൂൽ ഓതി, ചിലത് 1 മുതൽ 13 വരെ ഓതി. ഏതായാലും 13ാമത്തെ ആയത്ത് ഓതിയിട്ടുണ്ട്. 13ാമത്തെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13ാമത്തെ ആയത്ത് കൊണ്ട് ഓതി കഴിഞ്ഞപ്പോ ഉത്തുബ ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായ കുറിച്ചു. നമ്മൾ വരില്ലേ, നമ്മൾ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് സഹസ് കൊണ്ടുപോകാൻ കഴിയില്ല, വീട്ടിൽ ആകെ സ്ഥലം, പക്ഷെ എന്തെങ്കിലും സഹസ് കൊണ്ടുപോയാൽ എന്ത് ചെയ്യും, ഓൻ തൊള്ള തുറന്നാൽ നമ്മൾ ഇമേജോടെ പോകും. നമ്മൾ നാട്ടിലൊക്കെ ഭയങ്കര ദമ്മാക്കി ഇറക്കിയേക്കാരം, നമ്മളെ കുട്ടി തൊള്ള തുറന്നത് ചെയ്യും, നമ്മൾ ഇമേജൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യും എന്ന് പറയാൻ പോകുമ്പോൾ വായ പൊത്തി പിടിക്കുമല്ലോ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതി ഇനി മുണ്ടരുത് എന്നുള്ളവർക്ക് എന്ത് ചെയ്തു, വായ പൊത്തിപ്പിടിക്കാൻ ഒത്തുബത്തിയ. ഇത് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വിശ്വസിക്കാൻ വന്ന ആളല്ല ഉത്തുബ, സംവാദം നടത്താൻ വന്നത്. സംവാദം നടത്താൻ വേണ്ടി ഖുറൈശികൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ആപ്റ്റായ ആള് എന്നുള്ള ആൾക്ക് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നെ. ആ ഉത്തുബ പറയണത് മതി നിർത്ത്. എന്നിട്ട് ഉത്തുബ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഉത്തുബ എന്നിട്ട് ഖുറൈശികളുടെ അടുക്കിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ഉത്തുബ പറയാണ്, ഖുറൈശികൾ ഇതിന്റെ റിസൾട്ട് അറിയാൻ കത്തിക്കാണ്. ഓരിങ്ങനെ ലെവലിൽ ഉത്തുബ പോയിട്ട് എന്ത് ചെയ്തു, മുഹമ്മദിനെ തീരുമാനമാക്കിയിട്ടുണ്ട് എന്ന് നിനക്ക് എന്ത് ചെയ്യാണ്, ഇനി ഇതിന്റെ തൈക്കായല്ലോ മുഹമ്മദിനെ പൊട്ടിച്ചേരെ ഇത് ഫസ്റ്റ് കളിക്കട്ടെ. പിന്നെ ഖുറൈശികളുടെ അടുക്കിലേക്ക് പോകണം. എന്നിട്ട് ഉത്തുബ പറയാണ്, വല്ലാഹി മാ സമീഅതു മിസ്ലഹു ഖത്തുൻ വല്ലാഹി മാ ഹുവ ബിശ്ശിർ വലാ ബിസ്സിഹർ വലാ ബിൽകഹാന. കേട്ടോ, പടച്ചോനാണ് ഇതുപോലത്തെ ഞാൻ മുമ്പ് കേട്ടിട്ടോ. വല്ലാഹി മാ ഹുവ ബിശ്ശിർ, അതല്ല ഒരു കവിതയൊന്നല്ല, വലാ ബിസ്സിഹർ ഒരു സിഹറും അല്ല, വലാ ബിൽകഹാന ഒരു ജ്യോത്സ്യവുമല്ല. യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശികളെ കേട്ടോളി, അത്തിഊനി വജഅലുഹാ ബി ഖല്ലു ബൈന ഹാദർ റജുൽ വബൈന മാ ഹുവ ഫീഹി ഫഅ്തസിലുഹു ഫവല്ലാഹ്. നിങ്ങൾ അയാളെ വിട്ടിട്ടോ, അയാളെ പിന്നാലെ, ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അയാളെ വിട്ടോളി. ഞാൻ ഇതുപോലത്തെ ഒന്നും കേട്ടിട്ടില്ല, ഇത് നിങ്ങൾ ആരോപിക്കുന്നത് പോലെ സിഹറോ അല്ലെങ്കിൽ ജ്യോത്സ്യമോ കവിതയൊന്നുമല്ല. അങ്ങനത്തെ ഒരു വാക്ക്, ഈ ഒരു അമാനുഷികമായ വാക്ക്, അതായത് എന്റെ ഉദ്ദേശം എന്താ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയല്ല. കാരണം എന്താ, ഖുറൈശികളുടെ കൂട്ടത്തിൽ ഭാഷാപരമായും ഇത്തരം സംഗതികൾ, ഭൗതികമായ സംഗതികളിൽ എത്രയോ ഉന്നതനായ ഒരാളെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ അയക്കണത്. ആ മനുഷ്യൻ പറയണത് എനിക്കിത് താങ്ങൂല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അയാളെ വിട്ടോ, അയാൾ എന്ത് ചെയ്യണ്ട, പിന്നെ അയാളെ പിന്നാലെ കൂടണ്ട. എന്നിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉപദേശം ഉണ്ട് അവർക്ക്. പിന്നെ ഞാനിങ്ങനെ അദ്ദേഹത്തിന് ഇന്ന് കേട്ടത് വലിയ വലിയ വൃത്താന്തങ്ങളാണ് കേട്ടത്. എന്നിട്ട് അദ്ദേഹം പറയണ്ടേ, നിങ്ങളെ അദ്ദേഹത്തെ ഒതുക്കാനാണെങ്കിൽ എന്ത് ചെയ്യും, അദ്ദേഹത്തെ പിന്നെ ഒതുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ ശല്യം തീരും. പക്ഷെ അദ്ദേഹത്തിലൂടെ എന്ത് ചെയ്യും, അദ്ദേഹം ഉഷാറാവും. അപ്പൊ അദ്ദേഹം ഉഷാറാവുമ്പോൾ സ്വാഭാവികം ആരെയും ഉഷാറാവും, ഖുറൈശി ഉഷാറാവും. കാരണം എന്താ, അവരുടെ കൂട്ടത്തിൽ ഒരാള് ലോകത്തില് അറിയപ്പെടാം, നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരാള് അല്ലേ, പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാൾ ഒളിമ്പിക്സിൽ സ്വർണം നേടി ഇരിക്കുക, എന്താ നമ്മുടെ നാടല്ലേ രക്ഷപ്പെടാൻ പോണത്, പേരുണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും നമുക്ക് പറയാം എന്ത്, ആ നാട്ടുകാരനാണെന്ന് പറയാലോ, ആ നാട്ടുകാരനാണ് എന്ന് പറയാം. അപ്പോ അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിന്റെ ഇസ് നിങ്ങളുടെയും ഇസ് ആയിരിക്കും. അതേപോലെ തന്നെ അങ്ങനെ എന്ത് ചെയ്യും, നിങ്ങൾ ജനങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള ആളായി മാറാൻ പോവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അദ്ദേഹത്തെ വിടണം, അദ്ദേഹത്തിന് ശല്യം ചെയ്യാൻ പോകേണ്ടതില്ല എന്ന് എന്ത് ചെയ്യാണ് ഉതുബ പറയാം. അപ്പോ ഖുർആന്റെ ഒരു പ്രത്യേകതയാണെന്ത്, ഖുർആന്റെ ഒരു വലിയ മാനസികതയാണ്. ഖുർആനെ എതിർക്കാനും തർക്കിക്കാനും പിന്നെ ഖുർആനെ സന്ദേശങ്ങൾ ഇല്ലായ്മ ചെയ്യാനും പോയ ആൾക്കാർ പലരും എന്താണ്, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ചിലർക്ക് ഇസ്ലാം സ്വീകരിച്ച കഥ പറയാറുണ്ട്. എന്താണ്, അവർ ഇസ്ലാമിനെ പഠിച്ചത് എന്തിനാ,
ഇസ്ലാമിനെ പഠിച്ചത് വിമർശിക്കാനാണ്. വിമർശിക്കാൻ വേണ്ടി ഇസ്ലാമിനെ പഠിച്ചു, ഈ ഖുർആനിന്റെ. പക്ഷെ അതിപ്പോ എല്ലാവർക്കും എല്ലാ സമയത്തും കിട്ടുമോ? ഇല്ല. അത് അള്ള കൊടുക്കണം. ചില സമയത്ത് അള്ള ചിലർക്ക് അള്ളാഹു കണക്കാക്കിയ സമയത്ത് ഹിദായത്ത് കൊടുക്കണം. അള്ള കൊടുത്താലേ കിട്ടുള്ളൂ. നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, കൊടുക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ സന്ദേശം ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. ചിലപ്പോ ചില ആയത്തുകൾ നമ്മള് പലപ്പോഴും പല സീപത്തിന്റെ എഫക്ട് ആയിരിക്കും അല്ലെ. പലർക്കും ചില പ്രബോധകന്മാരൊക്കെ പറയാണ്ട്, ചില എവിടുന്ന് പിന്നെ ഞാൻ കണ്ടത് കേട്ട കഥ, ഈ എന്തെങ്കിലും പൊതിഞ്ഞു കിട്ടിയ ലഘുലേഖകളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെയാണ് ചിലർക്ക് എന്ത് ചെയ്തത്, പിന്നെ ഇസ്ലാമിക സന്ദേശം കിട്ടിയത്. ഖുറാന്റെ ചില ആയത്തുകൾ നമ്മളൊക്കെ ചിലപ്പോൾ കുറേ കഥ തീർത്തിട്ടുണ്ടാവും അല്ലെ, കുറേ കഥ തീർത്തിട്ടുണ്ടാവും. നമ്മള് ചിലപ്പോ അർത്ഥം അറിയുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ മുന്നിൽ പരിഭാഷ ഉണ്ടാവും, നമ്മുടെ മുന്നിൽ ഇപ്പൊ നോക്കാൻ തഫ്സീർ ഉണ്ടാവും. അതൊക്കെ നോക്കി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ വായിച്ചിട്ടില്ല. നമുക്ക് ചിലപ്പോ ഒന്നും തോന്നാത്ത ചില സംഗതികൾ എന്ത് ചെയ്തിട്ടുണ്ടാകാം, നമുക്ക് തോന്നാത്തത് അമുസ്ലിങ്ങളായ ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടാകാം, തോന്നിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക്, പിന്നെ യുക്തിവാദികൾക്ക് ഒക്കെ എന്ത് ചെയ്തിട്ടാകാം, സ്പാർക്ക് കിട്ടിയിട്ടുണ്ടാകാം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം സാന്ദർഭികത സൂചിപ്പിക്കാൻ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മൾ നിറവേറ്റുക വേണം. ഏതായിരുന്നാലും എന്തുകൊണ്ട് ഒറ്റുകക്ക് ഇതൊരു വലിയ സംഭവമായി തോന്നി എന്നുള്ളത് ഖുറാന്റെ ഈ ആദ്യത്തെ ഏതാനും ആയത്തുകൾ ഓതിയാൽ നമുക്ക് മനസ്സിലാകും. അല്ലാഹ് തുടരാണ്. തൻസീലും മിനർ റഹ്മാനിർ റഹീം. തൻസീലും, ഇത് അവതരിപ്പിക്കപ്പെട്ടതാണ് മിനർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാവാരിധിയുമായിട്ടുള്ളവനിൽ നിന്നാണ്. അർ റഹ്മാൻ അർ റഹീം വ്യത്യാസത്തിലേക്ക് അറിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ നൂറാക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അള്ളാഹിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്തി വസിയത്ത് കുല്ലു ഷൈഇ അല്ലെ, നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ആ 100 തിരിച്ചാൽ ഒരു ഭാഗത്ത് 99, ഒരു ഭാഗത്ത് 1 വെക്കാം. അതിനുള്ള ഭാഗത്ത് കണക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ 1% എന്ന് പറയാം. ആ 1% കുറിച്ച് അള്ളാഹ് പറഞ്ഞത് റഹ്മത്തി വസിയത്ത് കുല്ലു ഷൈഇ. ഒരു കുട്ടി ജനിക്കുമ്പോ അവന്റെ ശരീരത്തിന് അനുയോജ്യമായ രൂപത്തിൽ, അവന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ രൂപത്തിൽ, അവന്റെ മാതാവിന്റെ മാറിടത്തിൽ പാല് സംവിധാനിച്ചത് പോലും ആ കരുണയുടെ ഭാഗമാണ്. മാറിടത്തിൽ കത്തിയോട് കുത്തിയ പാലുണ്ടോ? അത് ചോരയ്ക്ക് വരിക അല്ലെ. അത് സംവിധാനിച്ചതാരാ? അള്ളയാണ്. നമുക്ക് വിശാലായിട്ട് പറയാം. നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോ പെട്ടെന്ന് ഇവിടെ പുകന്നറിയാണ്, ഓക്സിജൻ കുറയാണ്. എന്താ അവസ്ഥ? പോയില്ലേ? പറയുന്ന ഞാനും കേൾക്കണ നിങ്ങളൊക്കെ മൂത്താവും. ആ ഓക്സിജൻ നമ്മളിപ്പോ റിസ്ക് ഒന്നുമില്ല. ചിലപ്പോ ചില ആൾക്കാർക്ക് അസുഖത്തെ ആയിട്ട് വലിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടാകാം, നമ്മൾ ശ്വാസം മുട്ടതൊക്കെ വേണമെന്ന് പറയും. പക്ഷെ നമ്മളിപ്പോ നിങ്ങൾ ആ ശ്വാസം കഴിഞ്ഞ് ഞാൻ അറിയുന്നില്ല, ഞാൻ കഴിക്കുന്നത് ചിലപ്പോ മൈക്കിളിലൂടെ ഒരു പറയിക്കായിരുന്നു. അല്ലാതെ നോർമലി എന്തെങ്കിലും അറിയില്ല, നമ്മളൊന്നും അറിയാതെ. ഞാനും ഇപ്പൊ എത്രയോ ശ്വാസം കഴിഞ്ഞ് വിട്ടു, നമ്മളിപ്പോ എണ്ണുന്നുണ്ടോ? കണക്കാക്കൊന്നുമില്ല. അപ്പൊ അതൊക്കെ എന്താണ്, അങ്ങനെ എല്ലാം ലോകത്ത് നമുക്ക് വേണ്ടി സംവിധാനിച്ച എന്തൊക്കെയുണ്ടോ അതൊക്കെ അന്നത്തെ കാരുണ്യാണ്. ആ കാരുണ്യത്തിന് എന്തില്ല, ദേശത്തിന് വ്യത്യാസമില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാടിന്റെ വ്യത്യാസമില്ല, അല്ലെങ്കിൽ ഭാഷയുടെ മതത്തിന്റെ ഒന്നും വ്യത്യാസമില്ല. അതെന്ത് ചെയ്യാം, എല്ലാവർക്കും ഒന്ന് കൊടുക്കാൻ. അതാണ് 1%. ആ 1% എന്താണ്, ആ ഒരു ഭാഗം അള്ളാഹ് നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കാരുണ്യം ചെയ്യുന്നവൻ. മറ്റേതോ ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന എല്ലാ കാരുണ്യവും ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വേറെ കിട്ടൂലേ? നമുക്ക് കിട്ടാതെ വേറെ ആൾക്ക് കിട്ടും. ഈ നാട്ടിൽ കിട്ടാതെ വേറെ നാട്ടിൽ കിട്ടും. ഇവിടെ മഴ പെയ്യുന്നില്ല, ഇപ്പൊ കണ്ടിന്യൂ എന്താണ് പൊതുവയില് മഴക്കൊണ്ട് ഇത് വരക്കണം, മഴ പെയ്യുന്നില്ല. പിന്നെ ചില സ്ഥലത്ത് മഴ ആവശ്യത്തിനുണ്ട്, ചിലപ്പോൾ ചില സമയത്ത് പരീക്ഷണമായിട്ട് വരാം. ഏതായിരുന്നാലും ഇവിടെ കിട്ടാത്ത വേറെ സ്ഥലത്ത് കിട്ടാം. ഈ മതത്തില് വിശ്വസിച്ചൊരാൾക്ക് കിട്ടാത്തത് വേറെ മതത്തിൽ വിശ്വസിച്ചാൽ കിട്ടാം. അനുഗ്രഹങ്ങൾ ഒക്കെ കിട്ടാം. അത് ഈ ലോകത്ത് മാത്രമേ കിട്ടുള്ളൂ. അതാണ് ഏറ്റവും ചെറിയൊരു ശതമാനം. അള്ളാഹിന്റെ കരുണയുടെ ഏറ്റവും നിസ്സാരമായ ഒരു ഭാഗമാണ്. അതാണ് ഇത്രയും വലുത്. അതിന്റെ ബാക്കിയോ, അതിന്റെ 99 എവിടെയുള്ളത്? ആഖിറത്തിൽ നമ്മളെ പഴയ ഭാഷയ്ക്ക് തന്നെ പോകാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ നല്ലത്.
പരലോകത്ത് വെളിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്നവൻ. അതാണെന്ത്? റഹ്മാനും റഹീമും അല്ലെ? ആ പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ളവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണെന്ത്? ഇത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ളവൻ അവതരിപ്പിച്ചാൽ അത്രയും കരുണയുള്ള അള്ളാന്റെ പ്രത്യേകത എന്താ? അള്ളാന്റെ ഏറ്റവും വലിയൊരു വിശേഷതയിൽപ്പെട്ടതാണിത്. അള്ളാഹ് ദുൽമ ചെയ്യൂല. അള്ളാഹ് അനീതി കാണിക്കോ? അള്ളാഹോട് അനീതി കാണിക്കോ? കാണിക്കൂല. അപ്പൊ എല്ലാവർക്കും സായത്തമാകുന്ന രൂപത്തിലാണിത് അള്ളാഹിന്റെ സന്ദേശം വരിക. എല്ലാവരും എന്ത് ചെയ്യണം? എന്തിനാണ് അള്ളാഹ് ഖുർആൻ ഇറക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? മനുഷ്യനെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുപോകണം. അപ്പോ ആർക്കെങ്കിലും മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാവാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഖുർആനെ മനസ്സിലാക്കാത്ത ആൾക്കാരില്ലേ? മനസ്സിലാക്കാത്ത ആൾക്കാരില്ലേ? അതെന്തുകൊണ്ടാ? നല്ല തുറന്ന മനസ്സോടെ സമീപിക്കാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുക്കാനുള്ള കഴിവും ശേഷിയും കൊടുത്തിട്ടുണ്ട്. ആ തെരഞ്ഞെടുക്കാനുള്ള കഴിവും ശേഷിയും നിങ്ങൾക്ക് രണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വഴികൾ കാണിച്ചത്. ഒന്നെന്താണ്? സുഖമാണ്. നമ്മളെ ഈ ഒളിച്ചുകൂടെ വെള്ളത്തിന് മേലിട്ട് എന്ത് ചെയ്യും? സുഖമായിട്ട് തേങ്ങയൊക്കെ വരുന്നുണ്ടല്ലേ, അങ്ങനെ പോയിക്കോളും. അത് തേങ്ങ മേലോട്ട് കയറി പോവാം ഇല്ല. അതെന്താണ്? ആ കബയാണ്, മലമ്പാതയാണ്. അവിടെ കുറെ തടസ്സങ്ങൾ അത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയപ്പെടുന്നത് നരകം സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ്, മനുഷ്യന്റെ ദേഹേച്ഛകൾ കൊണ്ടാണ് ഇത് നരകം വലയം ചെയ്തിരിക്കുന്നത്. നമ്മളെ വെളിച്ചം കാണുമ്പോൾ പാറ്റകളൊക്കെ വരുമല്ലോ, ഈ രാത്രി സ്ട്രീറ്റിൽ കണ്ടില്ല, പാറ്റകൾ ഇതുപോലെ പോകാൻ കഴിയും. എന്നാലോ മനുഷ്യൻ ഏറ്റവും വെറുക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ്, അതിന്റെ ഉള്ളിൽ മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെങ്കിലും പുറം വലയം ചെയ്തിട്ടുള്ള എന്താണ്? മനുഷ്യന്റെ ഇച്ഛകൾ വെറുക്കുന്ന കാര്യമാണ്. അപ്പൊ സ്വർഗത്തേക്ക് പോകാൻ എന്താണ്? ഭയങ്കര പ്രയാസം. അപ്പൊ നമ്മള് എളുപ്പം നോക്കി തെരഞ്ഞെടുക്കുമ്പോൾ എന്ത് ചെയ്യാം? പ്രയാസത്തിൽ ആവുക. അല്ലാതെ ഖുർആനിന്റെ പ്രശ്നമല്ല. ഖുർആനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറായാൽ, ഖുർആനെ തുറന്ന മനസ്സോടുകൂടി അള്ളാഹിന്റെ ഗ്രന്ഥത്തെ സമീപിക്കുന്ന പക്ഷം എന്ത് ചെയ്യും? ഇഹലോകത്തും പരലോകത്തും സമാധാനവും സ്വസ്ഥതയും വിജയവും ലഭിക്കാൻ അത് കാരണമായി തീരും. അതുകൊണ്ടാണ് തൻസീലു മിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും പറയാം, കിതാബുൻ, ഈ വേദഗ്രന്ഥം അത് ഫുസ്സിലത്ത് ആയാതുഹു ഖുർആനൻ അറബിയ്യ ലിഖൗമി യഅലമൂൻ, അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി അതിന്റെ ആയത്തുകൾ വിശദീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഖുർആനൻ അറബിയ്യ, അറബി ഭാഷയുടെ ഒരു പാരായണ ഗ്രന്ഥമാണത് ഖുർആൻ. ആയത്തുകൾ വിശദീകരിക്കപ്പെട്ടു. ചില രണ്ട് അഭിപ്രായം മുഫസ്സിറുകളിൽ വിഷയത്തിൽ പറയണം. ഒന്ന്, ഓരോ സൂറത്തിന്റെയും തുടക്കവും ഒടുക്കവും വേർതിരിച്ച് മനസ്സിലാക്കുന്ന രൂപത്തിലാക്കി. അതേപോലെ തന്നെ അതിന്റെ ആശയങ്ങള് മറ്റൊരു അഭിപ്രായം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമാറ് വിശദീകരിക്കപ്പെട്ടു. രണ്ടാണെങ്കിലും എന്താണ്? ഖുർആനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രസ്താവനയാണ്. ഖുർആനൻ അറബിയൻ, അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കി. ഖുർആൻ അറബി ഭാഷയിൽ. എന്തിനാ അറബി ഭാഷയിൽ ഇറക്കിയത്? ഒന്നുമില്ല. ഖുർആന്റെ പ്രഥമ സംബോധിത സമൂഹം ആരാണ്? അറബികളാണ്. അതായത് അറബികൾക്ക് മാത്രമുള്ള ഗ്രന്ഥമാണോ? അതല്ല. അറബികൾക്ക് മാത്രമുള്ള ഗ്രന്ഥമാണോ വെച്ചാൽ അല്ല. ഖുർആൻ എന്താണ്? വളരെ സിമ്പിൾ ആണ്. ഞമ്മക്ക് ചിലപ്പോൾ അത് വലിയ എഫക്റ്റ് തോന്നില്ല. നമുക്ക് വലിയ എഫക്റ്റ്. ഈ ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരെയൊക്കെ നോക്കിയാൽ, നല്ല ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഖുർആൻ ചിലപ്പോൾ 20 കൊല്ലമായിട്ടും സൗദി അറേബ്യയിൽ അറബി പഠിച്ചിട്ടുണ്ടാവില്ല. 20 കൊല്ലമായിട്ട് സമയം സീരിയ പഠിച്ചിട്ടുണ്ടാവും, ഓരോ സാധനം പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ മുസ്ലിമായി ഖുർആനിലേക്ക് ഇറങ്ങിയാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ 2 കൊല്ലം കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ടാവും. നോക്കിയോതാണ് പഠിച്ചിട്ടുണ്ടാവും, കാണാതെ ഓതാനും പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ചില ആയത്തൊക്കെ കേൾക്കുമ്പോൾ ഞമ്മക്ക് എഫക്ട് ഉണ്ടാകുന്ന തന്നെ കാണാതല്ലോ. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ 1ാം ക്ലാസ്സിൽ അരിബ് അതബുൻ ബാബുൻ എന്ന് പറഞ്ഞ് പഠിച്ചാലേ അതുകൊണ്ട് കിട്ടുന്നതാണ്. അല്ല, ഖുർആന്റെ പ്രത്യേകത അറബി ഭാഷ ആയതുകൊണ്ട് എന്ത് ചെയ്തില്ല? അറബി ഭാഷ ഇപ്പൊ മുസ്ലിങ്ങൾ നോക്കിയാൽ ഈ അരിബ് ഭാഗം താഴൊക്കെ പഠിച്ച മുസ്ലിം ദുബൈയിൽ പോയി നിൽക്കണേ. നമുക്ക് പരിചയം കുറെ ആൾക്കാർ ഒരു ദുബൈയിലും 10 സൗദിക്ക് വന്നാല് ഹിന്ദി നല്ല ഉഷാറായിരിക്കും. അറബിയിൽ കൈഫലാന്ന് വെച്ചാൽ മാഫി മുഷ്കിൽ എന്ന് പറയും, സമ്മതിച്ചിട്ടുണ്ടാവില്ല എന്താന്നുള്ളത്. അതേ സമയത്ത്
മുസ്ലിമിന് അതേ 10 കൊല്ലം ദുബായിൽ നിന്നിട്ട് അറബി പഠിച്ചിട്ട് വരാം. പക്ഷെ ഒരു പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ ഖുറാൻ പഠിക്കാൻ തയ്യാറായ എന്ത് ചെയ്യും? ഖുറാൻ 1-2 കൊല്ലം കൊണ്ട് എന്ത് ചെയ്യും? വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ. അപ്പൊ അറബി ഭാഷയിലായി എന്നുള്ളത് കൊണ്ട് ഖുറാൻ എന്ത് ചെയ്തില്ല? ഒരാൾക്കും അപ്രാപ്യമാകുന്നില്ല. ലോകത്തിലെ ഏത് ഭാഷയിലുള്ളവർക്കും. പോരാതിന് അള്ളാഹിന്റെ ഖുറാന്റെ ആശയ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? അള്ളാഹ് അതിന്റെ സംരക്ഷണമായിട്ടാണല്ലോ. അതുകൊണ്ടാണ് ലോകത്ത് ഏത് സ്ഥലത്തുള്ളവർക്കും എന്തുണ്ട്? ഖുറാൻ അറിയുന്ന ആൾക്കാരില്ലേ? ഏത് ഭാഷയുടെ പ്രശ്നം ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഖുറാന്റെ പ്രഥമ സംബോധിത സമൂഹമാരാണ്? അറബികളാണ്. അതുകൊണ്ടാണ് ഇത് അവർക്ക് തിരിയണല്ലോ. അവർക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇയാൾക്ക് പിരാന്താന്ന് എന്തായാലും പറയും. തിരിഞ്ഞിട്ട് തന്നെ അവർ പറയണ പിരാന്താന്ന് പറഞ്ഞത് അല്ലെ? മജ്നൂൻ റസൂലിനെ കുറിച്ച് പറഞ്ഞില്ലേ? അവർ തിരിയാത്ത ഭാഷ പറഞ്ഞാലോ. അപ്പോ അവരിൽ നിന്ന് തന്നെ ദൂതനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതോ, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ അവന്റെ വഹീകൾ അവതരിപ്പിച്ചു കൊടുക്കുക, അവന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹിന്റെ ഹിക്മത്തിന്റെ ഭാഗം കൂടിയാണ്. എങ്ങനെയാണ് ഖുർആൻ ഇറക്കിയത്? ബശീറൻ വനദീറ ഫഅറള അക്സറുഹും ഫഹും ലാ യസ്മഊൻ. ബശീറൻ വനദീറ, പ്രവാചകന്മാരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഖുർആൻ എന്നുള്ളത് ഇപ്പൊ ചില ബിസിനസ് ഒക്കെ ഇറങ്ങിയാൽ കാണും. ചില ബിസിനസ് ഒക്കെ ഇറങ്ങിയാൽ നമ്മൾ 2 തരേ കാണുള്ളൂ. ഒന്ന്, നമ്മൾ ഒരാളെ പാത്രമാക്കി നോക്കിയാൽ നമ്മൾ സ്ഥിരം പറയും ചില ആള് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആയിരിക്കാം. എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. ഓനോട് പറഞ്ഞിട്ടൊരു പണി നമുക്ക് തുടങ്ങാൻ കഴിയില്ല ജീവിതത്തിൽ. ഒരു പണി എന്നാൽ വേറെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കുയിക്ക് ചേട്ടാണെങ്കിലും പോസിറ്റീവേ ആവും പറയുള്ളൂ. ഈ ബിസിനസ് ഒക്കെ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലത്തെ ബിസിനസ്, അവരൊക്കെ വർത്താനം കേട്ടാൽ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അവിടെ ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യൂസ് ചെയ്യാവും. പറഞ്ഞുകൊണ്ടിരിക്കില്ല. അവർ ചിലർക്കാണ് എങ്ങനെയാണ്, ചിലരിങ്ങനെയാണ്. പക്ഷെ ഖുറാനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഒന്ന് പറഞ്ഞ് പ്രലോഭനമല്ല ഖുറാൻ. അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞ പേടിപ്പിച്ചിട്ട് മുസ്ലിം ആക്കലുമല്ല. മറിച്ചോ ബഷീറൻ വനദീർ, രണ്ടും ഉണ്ട് ഖുറാൻ. എന്താണ് ബുഷറ? ആയിരിക്കാം സത്യവിശ്വാസികൾക്ക് ബുഷറ, സന്തോഷ വാർത്ത. അവർക്ക് എന്തുണ്ട്? ഇഹലോകത്തും പരലോകത്തും വിജയമുണ്ട്. അവർക്ക് പരലോകത്ത് സ്വർഗം ഉണ്ട്, അവിടെ സുഖ സൗകര്യങ്ങളുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയാണ്. അതേപോലെ തന്നെ മറ്റേ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഹലോകത്ത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. പക്ഷെ പരലോകത്ത് അവർക്ക് ഇടുങ്ങിയ ആയിഷത്തായിരിക്കും, ഇടുങ്ങിയ ജീവിതമായിരിക്കും. എന്നുള്ള നിലക്കുള്ള താക്കീത്, നരകത്തെ കുറിച്ചുള്ള താക്കീത്, ഖബറിലെ ശിക്ഷയെ കുറിച്ചുള്ള താക്കീത്, അള്ളാഹിന്റെ വിചാരണയെ കുറിച്ചുള്ള താക്കീത് ഒക്കെ തിന്നിട്ട് പ്രവാചകന്മാരുടെ സന്ദേശത്തിൽ ഖുർആനിൽ ഉണ്ട്. അപ്പൊ ബഷീറൻ വനദീറ, സന്തോഷത്തെ അറിയിക്കുന്നതും അതേപോലെ തന്നെ താക്കീത് നൽകുന്നതുമാണ്. എന്നാൽ ഫഅറള അക്സറുഹും ഫഹും ലാ യസ്മഊൻ, അവരിൽ അധിക പേരെന്താണ്? ഈ അറാദുള്ളവരാണ്, അവഗണിക്കുക. അവര് കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഫഹും ലാ യസ്മഊൻ, ഖാലു മാ വജദ്നാ അലൈഹി ആബാഅന, അവർ പറഞ്ഞൊരു മറുപടിയാണ്. അല്ലെങ്കിൽ പിന്നെ നീ സമൂഹത്തിന് ഇതൊക്കെ സമൂഹത്തിന് ഭിന്നിപ്പുണ്ടാക്കാൻ, ഇത് സമൂഹത്തിൽ നമ്മൾ പണ്ടേ മഹല്ല് പള്ളിയും നമ്മളെല്ലാരും ഇങ്ങനെ പോയതല്ലേ, അതുപോലെ പോയപ്പോലെ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉപ്പയും ഉപ്പാപ്പയും ഉമ്മാമയും ഒക്കെ എന്താണ്? അവർക്ക് ഇതൊക്കെ ചെയ്തവരല്ലേ, ഇതൊക്കെ കണ്ടതല്ലേ, ഞങ്ങൾ അതിനും തയ്യാറല്ല എന്തോ പറഞ്ഞോ. പക്ഷെ ഖുർആൻ നല്ലൊരു സമൂഹത്തിന്റെ പിന്നെ പ്രത്യേകത പറഞ്ഞാ അല്ലത് അല്ലെ? വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും എന്ത് ചെയ്യണം? ഏറ്റവും നല്ലത് പിൻപറ്റുകയും വേണം. കേൾക്കാം, എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിനോട് സംവദിക്കാം. അതോട് സംവദിച്ചപ്പോ ഖുർആൻ അതിനെ ഖുർആനാണ്, അതിനെതിരെ സംവദിക്കാൻ പറ്റാന്നാണ് പറഞ്ഞത്. പിന്നെ സംവദിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, മറിച്ചോ ഖുർആനെ വെല്ലുവിളിക്കുക. ഓക്കെ, നിങ്ങൾ പറയുന്നത് ശരി, നിങ്ങൾ പറയുന്നത് മനുഷ്യന്റെ വാക്കാണ്, നിങ്ങൾ പറയണോ? നിങ്ങൾ കൊണ്ടുവരി ഇതുപോലത്തെ ഒരു ഒരു ഖുർആൻ കൊണ്ടുപോവാ, അല്ലെങ്കിൽ സൂറത്ത് ഒരു ആയത്തെങ്കിലും കൊണ്ടുപോവാ. എന്നിട്ട് ഖുർആൻ അവരെ കണ്ടിക്കാണത്. നിങ്ങളെല്ലാരും ഒത്തുകൂടുന്നാൽ പോലും എന്ത് ചെയ്യില്ല, ഇതുപോലത്തെ ഒരു ആയത്ത് പോലും കഴിയില്ല കേട്ടോ. കാരണം എന്താ? നേരത്തെ ഉത്തുബയൊക്കെ പറഞ്ഞില്ലേ, ഖുർആനൊക്കെ പറഞ്ഞത് എന്താ? ഇതൊരു ഷാഹിറിന്റെ വാക്കല്ല, ഇതൊരു സാഹിറിന്റെ വാക്കല്ല, മറിച്ച് തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ ലോകത്തിന്റെ സൃഷ്ടാവിൽ നിന്നിറങ്ങിയ സന്ദേശം എന്നാണ് എന്ത് ചെയ്തത്? പണ്ടപ്പോ കേൾക്കാൻ തയ്യാറായാലോ, കേൾക്കാൻ തയ്യാറായാൽ
എന്ത് ചെയ്യും? മാറ്റങ്ങൾ ഉണ്ടാകും. മാറാൻ നമ്മള് എന്ത് ചെയ്യണം? അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സംഗതിയല്ല, മുസ്ലിങ്ങളായാലും എന്ത് ചെയ്യണം? അവരുടെ ഹൃദയത്തിലുള്ളത് മാറ്റാൻ തയ്യാറാകാത്ത ഒരു സമൂഹത്തെയും എന്ത് ചെയ്യില്ല, അള്ളാഹ് മാറ്റൂല. മാറ്റങ്ങൾക്ക് എന്ത് ചെയ്യണം? തയ്യാറാകണം. മാറ്റങ്ങൾക്ക് കാതോർക്കണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, എന്ത് ചെയ്യണം? അപ്പൊ ഖുർആൻ കേൾക്കാൻ തയ്യാറാകണം, അതിനെ കുറിച്ച് പഠിക്കാൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമർ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്, നമ്മളിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ? ഖൈർ എന്നുള്ള പദത്തിന് വിശാലമായ അർത്ഥമുണ്ട്, വിശാലമായ അർത്ഥമുണ്ട്. ഖുർആൻ പല സ്ഥലത്തും ആ ഖൈർ ഉപയോഗിച്ചിട്ടുണ്ട്. കുന്തും ഖൈറു ഉമ്മ അല്ലെ? സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കാണിത്, ഖൈറു ഉമ്മത്ത്. അവിടെ ഖൈറാണ്. എന്നിട്ട് റസൂൽ പറയണത്, നമ്മളോട് പറയണത് ആ ഖൈർ തന്നെയാണ് ഉപയോഗിച്ചത്. സ്വഹാബത്തിന്റെ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് കെഫലാൽ ഖൈർ പറയും. എന്താ ഖൈർ? നമ്മൾ ചിന്തിച്ചോ? ഖൈർ എന്ന് പറഞ്ഞാൽ സമൂലമായ നന്മയെ അവിടെ ഉദ്ദേശിക്കുന്ന ഖുർആൻ. സ്വഹാബത്തിന്റെ ഖൈർ എന്ന് പറഞ്ഞാൽ സഹാബത്തിന് ശേഷമുള്ള ഒരാൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഖൈറാണിത്, സ്വഹാബത്തിന്റെ ഖൈർ അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യരുത്? റസൂൽ പറഞ്ഞില്ലേ, സഹാബി, സഹാബത്തിനെ ചീത്ത പറയരുത്. നിങ്ങള് ഉഹദ് മലയോളം സ്വർണം ദാനം ചെയ്താലും എന്റെ സഹാബത്ത് ഒരു കൈക്കുമ്പിൾ കൊടുക്കുന്നതിന് തുല്യാകൂല എന്നത് റസൂൽ പറയുന്നുണ്ട്. അപ്പൊ ഒരു മനുഷ്യന് നമ്മൾക്ക് എങ്ങനെ തലബുദ്ധി പറഞ്ഞാൽ സ്വഹാബത്തിന്റെ എത്തുമോ? എങ്ങനെ തലബുദ്ധി പറഞ്ഞാലും സ്വഹാബത്തിന്റെ അടുത്ത് എത്തൂല. അപ്പൊ അവിടെ ഖൈർ എന്താ? ആ ഖൈർ നമുക്ക് അങ്ങനെയൊക്കെ നേടിയെടുക്കാൻ കഴിയോ? നേടിയെടുക്കാൻ കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? ആ ഖൈറിന്റെ ആ പദവിയിൽ എത്തിയിട്ടില്ലെങ്കിലും അവരിലെ ഖൈറുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എങ്ങനെ? ഖുർആൻ അനുസരിച്ച് മാറ്റം വരിക. ആ ഖുർആൻ എന്ത് ചെയ്യണം? പിന്നെ ഇവിടെ പറഞ്ഞ പോലെ സത്യനിഷേധികൾ എന്താ ചെയ്തത്? അവർ അധിക പേരും എന്ത് ചെയ്തു? അതിനെ അവഗണിച്ചു, അതിനെ അവഗണിച്ചു. അവരെന്തില്ല? കേൾക്കാൻ തയ്യാറായില്ല. കേൾക്കാൻ തയ്യാറാവുക, ഖുർആനെ പഠിക്കാൻ തയ്യാറാവുക, അതേപോലെ തന്നെ ഖുർആൻ എന്ത് ചെയ്യുക? ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകുക. അവർ പറഞ്ഞ ന്യായാണെന്ത്? അവസാനിപ്പിക്കാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പറയാണ്ട് പെട്ടെന്ന് എത്തിയ പോലെയുണ്ട്. ഏതായാലും അവസാനിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞാൽ എന്ത്? ഇപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷ ഞാൻ നിർത്താൻ പോകുന്നില്ലേ? وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون. അവർ പറയാണ്, ഖുലൂബുനാ ഫീ അകിന്ന മിമ്മാ തദ്ഊന ഇലൈഹി. നബിയെ മുഹമ്മദേ, മുഹമ്മദേ, താങ്കൾ എന്തിലേക്കാണോ ഞങ്ങളെ ക്ഷണിക്കുന്നത് അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഹൃദയം ഒരു മൂടി, ഞങ്ങളുടെ ഹൃദയം അത് സ്വീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ ചെവിയിലും ഒരു തരം തടസ്സമുണ്ട്, ഞങ്ങൾ കേൾക്കാനും തയ്യാറല്ല. നിനക്കും ഞങ്ങൾക്കും ഇടയിൽ ഒരു മറയുണ്ട്, നീ ഞങ്ങളൊന്നില്ല, ഒത്തുപോകൂല. നിനക്ക് നിന്റെ വഴിയിൽ വരാൻ ഞങ്ങളെ കിട്ടൂല, ഞങ്ങൾ ഒത്തുപോകൂല. അതുകൊണ്ട് ഫഅമൽ, നിന്നെ കൊണ്ട് കഴിയുന്നത് പോലെ എന്ത് ചെയ്യാം? നീ പ്രവർത്തിച്ചോ. ഇന്നാമിലും, ഞങ്ങളെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ പോയിക്കോളെ. നമ്മളൊക്കെ കേൾക്കുന്ന മറുപടിയാണ് അല്ലെ? എന്തിനാ വെറുതെ ചോടയാക്കാൻ തന്നെ? ദേവതേന്റെ പോകുന്ന ചില ആൾക്കാരുണ്ടാവും, മർക്കട മുഷ്ടിക്കാരുണ്ടാവും, തുറന്ന മനസ്സില്ലാത്ത, നമ്മള് സഹിഷ്ണുത എന്നൊക്കെ പറയില്ലേ, സഹിഷ്ണുത ഇല്ലാത്ത, കേൾക്കാൻ സഹിഷ്ണുത ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അവർ പറയുന്ന മറുപടി അത് നമ്മൾ ഉണ്ടാവും തീരാ, ഒത്തുപോല, വെറുതെ കച്ചറ. നീ വായ തുറന്ന ചെയ്യും, പിന്നെ ഞാൻ പോലെ നീ പറഞ്ഞ ഞാൻ കച്ചറവും. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നന്മയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്നത് എന്താ? കേൾക്കുക. കേട്ടിട്ട് എന്ത് ചെയ്യാം? സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം. പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. അതാണല്ലോ പ്രമാണങ്ങളിലേക്ക്. ഖുർആനിൽ എല്ലാവരും പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദുഹു ഇലല്ലാഹി വറസൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് അലൈക്കും ബിസുന്നതി, അലൈക്കും ബിസുന്നതി, നിങ്ങൾക്ക് എന്റെ സുന്നത്തുണ്ട്. അല്ലെങ്കിൽ തറക്തുക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തു ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത റസൂലിഹി. രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ച് പോകും, അത് മുറുകെ പിടിക്കുന്ന കാലത്തോടെ നിങ്ങൾ എന്ത് ചെയ്യില്ല? വഴി പിഴക്കുകയില്ല. അതെന്താണ്? ഒന്ന് അള്ളാന്റെ ഗ്രന്ഥാണ്, മറ്റേതോ അവരുടെ റസൂലിന്റെ ചര്യയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ജീവിത മാതൃക അള്ളാഹ് വഹി ഇറക്കുള്ളൂ. അള്ളാഹ് അതിന് നേരെ കാണിച്ചു കൊടുക്കോ? ഇല്ലല്ലോ. അതിന്റെ ജീവിക്കുന്ന മാതൃകയാണ് സുന്നത്ത് റസൂലുള്ളാഹി എന്ന് പറഞ്ഞതാണ്. അതിനൊക്കെ മുറുകെ പിടിക്കുന്ന കാലത്തോളം യഥാർത്ഥത്തിൽ അതെന്താണ്? ഖുർആൻ തന്നെയാണ്. അപ്പൊ ഖുർആന്റെ ജീവിത ശൈലിയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യന് ഇതെങ്ങനെ പ്രാക്ടിക്കലാക്കാൻ കഴിയും. കാരണം റസൂൽ മനുഷ്യനാണല്ലോ. തൊട്ടടുത്തതിലെ പറയും, പക്ഷെ അതിലേക്ക് പോകില്ല. ഏതായിരുന്നാലും ആ ഖുർആനെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ദൈവികമായ സന്ദേശങ്ങളെ, പ്രമാണങ്ങൾ പറയുന്നതിനെ സഹിഷ്ണുതയോടുകൂടി എന്ത് ചെയ്യണം? ഉൾക്കൊള്ളാൻ തയ്യാറാകണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയായിരുന്നു, ആ പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഇങ്ങനെയായിരുന്നു, ഇളയപ്പം അങ്ങനെയായിരുന്നു, കാരണവർ അങ്ങനെയായിരുന്നു. അതൊന്നും ഇതല്ല, ദീനില് പ്രമാണമല്ല. ദീനിനെ സംബന്ധിച്ച് ദീനിന്റെ അടിസ്ഥാനം എന്താണ്? ഖുർആനും സുന്നത്തും. എന്ത് ഖുർആൻ എന്ത് പറഞ്ഞു, അല്ലാഹു റസൂൽ എങ്ങനെ അതിനെ കാണിച്ചു തന്നു എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? കേൾക്കാൻ തയ്യാറാകണം, അതിനെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രം എന്ത് ചെയ്യുള്ളൂ? വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ഫസ്റ്റ് പണിയിലേക്ക് പോട്ടെ. ഒറ്റപ്പത്തിന്റെ റബിയ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ പ്രതാപമുണ്ടല്ലോ, നിങ്ങളുടെ പ്രതാപമാവും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങള് അസ്അദുന്നാസായി തീരും, ജനങ്ങളിൽ ഏറ്റവും സന്തോഷമുള്ള ആൾക്കാരായി തീരും. അത് സ്വീകരിച്ച ആൾക്കാർ എന്ത് ചെയ്തു? അത് സ്വീകരിച്ച ആൾക്കാര് തുടക്കത്തിൽ കുറെ ഇടങ്ങാറായി. പക്ഷെ 8-9 കൊല്ലം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഇവരൊക്കെ തലയിൽ ചൂടി തിരിച്ചു വന്നില്ലേ? അതൊന്നും വേണ്ട. 2 കൊല്ലം കൊണ്ട് ബദറില് അബൂജഹലിന്റെ തലയെടുത്തില്ലേ? അവര് എടുത്തില്ലേ? വിജയ ശ്രീലാളിതരെ മടങ്ങിയില്ലേ? മറ്റൊരു കുറെ ആള് നാട് വിട്ടു. കുറെ ആള് അവരെ പ്രതാപിയായി നിന്ന ആൾക്കാര് എന്ത് ചെയ്തു? ഇതിനെ അവഗണിച്ചു, കേൾക്കാൻ തയ്യാറാകാത്തപ്പോ അവരെന്ത് ചെയ്തു? നാട് വിടേണ്ടി വന്നു. അല്ലെങ്കിൽ പിന്നെ അവസാനം ഇസ്ലാം സ്വീകരിച്ചു. എല്ലാ കഷ്ടപ്പാടിന്റെ ശേഷം എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ പിന്നെ ആ ഫസ്റ്റ് വന്ന ആൾക്കാരുടെ പ്രത്യേകത ഉണ്ടോ? ഖുർആൻ തന്നെ പറഞ്ഞില്ല എന്ത്? ഫത്ഹിന് മുമ്പ് സ്വീകരിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും യുദ്ധം ചെയ്തതിനും ഫത്ഹിലേക്ക് നീല, ഫത്ഹിന് ശേഷം നേരെത്തൂല. കാരണം അത് ഇസ്ലാമിന്റെ പ്രതാപമാണ്. ഇസ്ലാമിന്റെ പ്രതാപകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവർക്ക് എന്തില്ല? മറ്റൊരു ഫത്ഹില്ലല്ലോ. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരുടെ ഫത്ഹ് എന്തായാലും അവർക്കില്ല. അവർക്ക് എന്താകുമായിരുന്നു? അതൊക്കെ കിട്ടുമായിരുന്നു. ബദറിൽ പങ്കെടുത്ത ആൾക്കാര്, ഉഹദിൽ പങ്കെടുത്ത ആൾക്കാര് എന്നൊക്കെയുള്ള ഫത്ഹുകൾക്ക് കിട്ടുമായിരുന്നു. എങ്ങനെ? ഇത് സ്വീകരിക്കാൻ തയ്യാറായപ്പോ തിരസ്കരിച്ചപ്പോ എന്ത് ചെയ്തു? അവര് അസദുന്നാസ് അല്ലാതായി പോയി. ഉത്തുബയുടെ വാക്കാണ് അവിടെ പുലർന്നത്. നിങ്ങൾ ഇയാളെ സ്വീകരിച്ചാലും ചെയ്യും, നിങ്ങൾ ഏറ്റവും അഭിമാനമുള്ള ആൾക്കാരെ മാറും. ഏറ്റവും അപ്പൊ ഇസ്ലാം എന്നുള്ളത് ഇസ്സത്താണ്. ആ ഇസ്സത്തിനെ, ഇസ്ലാമിനെ, ഖുർആനിനെ, സുന്നത്തിനെ സ്വീകരിക്കുക. അള്ളാഹു നമ്മെ ഇസ്സത്തുള്ളവരാക്കി മാറി നിൽക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.